ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പനി കിട്ടി. നമുക്കല്ല, എനിക്ക്. നമ്മളൊന്ന് ഹോസ്പിറ്റൽ വരെ പോവുകയാണ്. എന്നാന്ന് വെച്ചാൽ ഇന്നലെ ഫുള്ള് രാത്രി ഒരു 12 മണിക്ക് ശേഷം ഫുള്ള് ഛർദിയും തലചുറ്റലൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ വയറുവേദനയ്ക്കൊന്നും മാറ്റമില്ല. വയറുവേദനയും ഛർദിയും തലചുറ്റലൊക്കെ ആയിരുന്നു. പിന്നെ ഭയങ്കര വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ ആയിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. ചിലപ്പോൾ ഇനി ഫുഡ് കഴിച്ചതിൻ്റെയാണോ എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന ചിറയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരുപാട് ചിറകളുണ്ട്. ഓരോ ചിറക്ക് ഓരോ പേരുണ്ട്. ഈ ചിറയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു ചിറ വരും. എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ. ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി നോക്കട്ടെ. ഡോക്ടർ ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മളിത് ഞായറാഴ്ചയാണ് കേട്ടോ പോണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആ പരിപാടിക്ക് പോകാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇന്നലെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാണ്. പക്ഷേ പ്ലാൻ എല്ലാം തെറ്റി നമ്മൾ ഹോസ്പിറ്റലിലോട്ടെത്തി. എന്തായാലും ഞാനൊന്ന് ടോക്കണൊക്കെ എടുത്തിട്ടും വരാം. വണ്ടിയൊക്കെ സൈഡാക്കി. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു പൂച്ചക്കുഞ്ഞ് ഭയങ്കര കരച്ചിലാകുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ആൾ കുറവാണ് ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് അതിനെ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെയായിരുന്നു. ഞാനൊക്കെ പിന്നെ ടോക്കൺ പൂച്ചനെ കളിപ്പിച്ചു. ഉമ്മാക്ക് പ്രാണവേദന, വാപ്പാക്ക് മൂക്ക് പൂച്ചനെ കളിപ്പിച്ചില്ല. നല്ല രസമുണ്ടല്ലോ പൂച്ചനെ എടുത്തിട്ടുള്ള ശരിയൊക്കെ. എന്ത് രസമാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടോക്കൺ കിട്ടി. ഞാനങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് പോയ സമയത്ത് പപ്പായും മോളും ഇവിടെ പൂച്ചനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അവൾക്ക് അതിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഓടിച്ചിട്ട് വിടും. ഇവിടെ പൂച്ചേനെ ഒന്നും വേണ്ടാന്ന് പറയണം. ഇവിടെ ആദ്യം ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ചകൾക്ക് ഒരു സ്വഭാവമുണ്ട്. കുറേ കഴിയുമ്പോൾ അവർ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോവും. പ്രത്യേകിച്ച് ഈ ആൺപൂച്ചകൾക്ക്. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ചാവണ സമയമാകുമ്പോൾ അവർ നമ്മളെ വീട്ടിലോട്ട് തന്നെ വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുമ്പോൾ അല്ലേ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യൂ നിൽക്കും കേട്ടോ. അപ്പോൾ അവൾ എന്നെ കാണാൻ കൊണ്ട് ഒന്ന് തിരഞ്ഞു വന്നതാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെയൊക്കെ കണ്ട് BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ BP ഭയങ്കര ലോ ആണ്, അതിൻ്റെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ മരുന്നൊക്കെ മേടിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പായ്മകളും വെയിറ്റൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ആ വെയിറ്റിംഗ് മെഷീനിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 3 മരുന്നേ തന്നുള്ളൂ. ഒരെണ്ണം ഛർദിക്കുന്നുണ്ടെങ്കിൽ, ഒരെണ്ണം തലചുറ്റുണ്ടെങ്കിൽ, പിന്നെ ഒരെണ്ണം രാവിലെ വെറുമേറ്റ് കഴിക്കാൻ. എനിക്ക് തോന്നുന്നത് ഗ്യാസിനുള്ള മരുന്നാണെന്ന് തോന്നുന്നു. ഇത് ഹോസ്പിറ്റലിലുള്ളൊരു ഊഞ്ഞാലിയാണ് കേട്ടോ. അതിൻ്റെ മണ്ടക്കേറി ഉപ്പായും മോളും ഭയങ്കര കളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പൂച്ചനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന ബഹളമായിരുന്നു. പിന്നെ പൂച്ചയ്ക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വെള്ളം മേടിച്ചിടാൻ പറഞ്ഞു. അപ്പം നമ്മൾ സ്ഥിരം ഇങ്ങനെ കവലയിലോട്ട് ഇറങ്ങിയ സ്ഥിരം പോണൊരു കടയുണ്ട്. കുറേ ഉപ്പിലിട്ടതും ഒരു ഇളനീരിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കണ ഒരു കട. നമ്മൾ അങ്ങോട്ടാട്ടാ പോകണം. ഒരു ഇക്കായി നടത്തുന്ന ഒരു കടയാണ്. അവിടെ പോയി ഞാനൊരു ഇളനീരും കുടിച്ച് വയ്ക്കും. ഒരു സർവത്താണ് കുടിച്ചത്, സോഡാ നിറങ്ങളാണ് കുടിച്ചത്, എന്തോ എണ്ണം കഴിച്ചുകൊണ്ടോ. ഇതൊക്കെ ഇക്കായും കൂടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാട്ടോ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര എരിവാണ്. ഞാൻ 2 പൈനാപ്പിളും 2 മാങ്ങയും 2 നെല്ലിക്കൊക്കെ മേടിച്ച് നമ്മളങ്ങനെ വീട്ടിൽ തിരിച്ചു പോകട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു പരിപാടി ഉണ്ട്. ഇവിടുത്തെ ഉമ്മയുടെ ആങ്ങളയുടെ ഭാര്യയുടെ ആണ്ടാണെന്ന്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. പിന്നെ ഉച്ചയ്ക്കൊരു 2:30-ക്കൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കപ്പോയിൽ നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ നമ്മൾക്ക് അതിനൊന്ന് പോകണം. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ പോയി വണ്ടി വെച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കേട്ടോ വീട്. അങ്ങോട്ടാണ് നമുക്കിനി വേണ്ടത്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇവിടെ വാപ്പാടെ ഫാമിലി ആണെങ്കിലും ഉമ്മാടെ ഫാമിലി ആണെങ്കിലും എല്ലാവരും അടുത്തടുത്താണ്. നമുക്കങ്ങനെ ഒത്തിരി ദൂരമൊന്നും പോകണ്ട. അവർക്ക് കിട്ടിയ മരുമോളുടെ വീടാണ് ഇച്ചിരി ലോങ് ആയിപ്പോയത്. എന്തായാലും നമ്മൾ അവിടെയൊക്കെ പോയി നമ്മുടെ ഷോക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളങ്ങനെ മൂവാറ്റുപുഴയെത്തി. മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മളെവിടെയായിരുന്നു ബുക്ക് ചെയ്ത്? EVM ലതയിലായിരുന്നു കേട്ടോ. 2:30-ക്കായിരുന്നു ഷോ. നമ്മൾ 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. എന്ത് പറ്റി മൂവാറ്റുപുഴയ്ക്ക്? ഞാൻ എൻ്റെ ഇക്കച്ചിയോട് ചോദിക്കുകയും ചെയ്തു, ഇന്നെന്താ മൂവാറ്റുപുഴയിൽ ബ്ലോക്കൊന്നും കാണാത്തതെന്ന്. അല്ലെങ്കിൽ ഇവിടേക്ക് വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റാത്തതാണ്. എന്ത് പറ്റിയെന്നറിയില്ല. ആകാശം കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ലാഗ് അടുപ്പിച്ച് ആ വഴിയൊന്നും കാണിക്കുന്നത്. നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണ് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല എന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ടാണ് എടുത്തത്.
അപ്പോൾ പെണ്ണുറങ്ങി. ആൾക്ക് സിനിമയൊക്കെ കാണാൻ ഇഷ്ടം കേട്ടോ, അലമ്പൊന്നും ഇല്ലാണ്ട് കരച്ചിലൊന്നുമില്ല. ആൾ ഇരുന്ന് കണ്ടോളും, ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൾ നല്ല ഡാൻസ് കളിയായിരിക്കും പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്. കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ തിരക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ അടുത്തുള്ള സീറ്റ് തന്നെ എടുത്തത്. പിന്നെ അവൾ അഥവാ എനിക്കാണെങ്കിൽ പാൽ കൊടുക്കാനും എനിക്കാണ് സുഖം അതാണ്. കാരണം ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്ത് എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം അപ്പോൾ നമ്മൾ ഇതിൽ കോമഡി എന്താണെന്നറിയോ, ഞാൻ പെണ്ണിനെ എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പടം തുടങ്ങുന്നതും ഇൻ്റർവ്യൂവിന് പോകുന്നതും ഒക്കെ വീഡിയോ എടുത്തുതരാൻ പറഞ്ഞ ഒരാളുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളിതേ ഈ സൗണ്ട് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പടം നല്ല അടിപൊളി പടമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ശരി, ഇത്രയേ ഉള്ളൂ, ബായ്.